This news is brought to you by Lakshmi Home Appliances, Village Office in the സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ. യുവതലമുറയെ കാർന്നു തിന്നുന്ന ലഹരി മഹാവ്യാധിക്കെതിരെ ലഹരി മാഫിയകളെ ഉന്മൂലനം ചെയ്യാനുള്ള സർക്കാർ പദ്ധതികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും ചെറുപുഴയിൽ വിപുലമായ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. കന്നിക്കളം നവജ്യോതി കോളേജ്, NSS സംഘടന, ചെറുപുഴ JMUP സ്കൂൾ, ചെറുപുഴ സെന്റ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ആന്റി ഡ്രഗ് അവയർനെസ് ക്യാമ്പയിൻ നടന്നത്. ചെറുപുഴ മേലെ ബസാറിൽ നിന്നും ആരംഭിച്ച ലഹരി വിരുദ്ധ റാലി നവജ്യോതി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KK സോമശേഖരൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. റാലിക്ക് ശേഷം ടൗണിൽ വെച്ച് വിദ്യാർത്ഥികളും പൊതുജനങ്ങളും പങ്കെടുത്ത പ്രൗഢമായ മനുഷ്യച്ചങ്ങലയും ലഹരി വിരുദ്ധ പ്രതിജ്ഞയും നടന്നു. ലഹരി മാഫിയകളുടെ കെണിയിൽപ്പെടാതിരിക്കാനും ലഹരി ഉപയോഗം മൂലം തലമുറകൾക്കുണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് സമൂഹത്തെ ബോധവൽക്കരിക്കാനുമായി വൈവിധ്യമാർന്ന കലാസന്ദേശ പരിപാടികളും വിദ്യാർത്ഥികൾ തെരുവിൽ അവതരിപ്പിച്ചു. സംസ്ഥാന വ്യാപകമായി പോലീസും എക്സൈസും നടത്തുന്ന കർശന പരിശോധനകൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച ചടങ്ങിൽ ചെറുപുഴ പോലീസ് സ്റ്റേഷൻ SI ക്ലിൻ മാത്യു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജോയി എന്നിവർ ലഹരി വിപത്തിനെതിരെ സംസാരിച്ചു. ഒട്ടേറെ അധ്യാപകരും വിദ്യാർത്ഥികളും പൊതുപ്രവർത്തകരും ക്യാമ്പയിന്റെ ഭാഗമായി. ഇംഗ്ലീഷ് മീഡിയം സ്കൂളും അതുപോലെ തന്നെ JPM സ്കൂളുമായിട്ട് സഹകരിച്ചുകൊണ്ട് ആൻറ്റി ഡ്രഗ് അവയർനെസ് ക്യാമ്പയിൻ നമ്മളിവിടെ ആരംഭിക്കുകയാണ്. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് ഡ്രഗ് ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെയും അതുപോലെ തന്നെ കുടുംബങ്ങളുടെയും ആരോഗ്യസ്ഥിതിയെ നഷ്ടപ്പെടുത്തുന്ന ഒരു സമൂഹത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. അപ്പോൾ അതിന് തടയിടുവാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിനോട് സഹകരിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു ദിവസം ഈ നാടിനെ, ചെറുപുഴ നാടിനെ ഡ്രഗ് വിമുക്തമാക്കണമെന്നും ലഹരി വിമുക്തമാക്കണമെന്നുമുള്ള ആഹ്വാനത്തോടു കൂടിയാണ് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത്. നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടു കൂടി ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലോക അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം നമ്മൾ ആചരിച്ചു. അന്നേരം ഇവിടെ ആർക്കേഞ്ചൽ സ്കൂളിൽ നിന്നൊക്കെ കുട്ടികൾ ഇവിടെ റാലി നടത്തിയിരുന്നു. പക്ഷെ ഇവിടെ കോളേജും അതേപോലെ തന്നെ നമ്മുടെ ഈ സ്കൂളുകളും ചേർന്ന് സെന്റ് ജോസഫ് സ്കൂളുണ്ട്, പിന്നെ മറ്റു പല സ്കൂളുകളും ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അവരെല്ലാവരും ചേർന്ന് സംയുക്തമായിട്ട് ഇവിടെ ഒരു റാലിയും ഫ്ലാഷ് മോബും അതേപോലെ തന്നെ മറ്റു ചില പരിപാടികളും അരങ്ങേറുകയാണ്. പോലീസിന്റെ ഭാഗത്തു നിന്ന് ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന ഒരു പദ്ധതി നിങ്ങളെല്ലാവരും കേട്ടിരിക്കുമല്ലോ. ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ലഹരി എന്ന് പറയുന്ന മാരക വിപത്തിനെ തടയിടുവാനായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കേരള പോലീസും അതേപോലെ തന്നെ കേരള എക്സൈസും ചേർന്ന് നടപ്പാക്കുന്നത്. കഴിഞ്ഞ ദിവസം കേരളത്തിലെ പെരുമ്പാവൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ദൃശ്യങ്ങൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുമല്ലോ. അവിടെ സിറിഞ്ച്
അടിച്ചു കിടക്കുന്ന, സിറിഞ്ച് കുത്തി കിടക്കുന്ന ഒരു അന്യ സംസ്ഥാന തൊഴിലാളിയുടെ ഫോട്ടോ കാണുകയുണ്ടായി. മാത്രമല്ല അവിടെ ഉള്ള പല സ്ഥലങ്ങളിലും ലഹരി ചെറിയ തോതിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വിൽക്കുന്ന കുറെ ആളുകൾ നമ്മൾ കാണുകയുണ്ടായി. ഈ പറയുന്ന ചെറുപുഴ എന്ന് പറയുന്ന സ്ഥലത്തും ലഹരി ഇല്ലാത്ത സ്ഥലമൊന്നുമല്ല. കഴിഞ്ഞ ആഴ്ചയും കൂടി ഞങ്ങള് ഒരു കഞ്ചാവിന്റെ പൊതിയുമായിട്ട് ഒരു യുവാവിനെ പിടികൂടിയിരുന്നു. അപ്പൊ നമ്മൾ വിചാരിക്കും ഈ ലഹരി നമ്മുടെ നാട്ടിലൊന്നും ഇല്ല എന്നത്. പക്ഷേ അദൃശ്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ വളരെ രഹസ്യത്തിൽ ഇത് ഉപയോഗപ്പെടുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയുണ്ടായി. മഴയും വെയിലും കൊള്ളിച്ച് ഈ സ്കൂളിനെയും കോളേജിനെയും കുട്ടികളെ ഈ തെരുവിലൂടെ നടത്തിക്കൊണ്ടെന്ന് ഇങ്ങനെ ഒരു പരിപാടി നടത്തേണ്ടതുണ്ടോ എന്ന് ചോദിക്കുന്നവർ ഉണ്ടാകാം. കുട്ടികൾ പഠിക്കേണ്ടവരല്ലേ, സ്കൂളിൽ പോകേണ്ടവരല്ലേ, കോളേജിൽ പോകേണ്ടവരല്ലേ? പഠിക്കണമെങ്കിൽ, പഠിച്ച് വളരണമെങ്കിൽ ഈ നാടുണ്ടാകണ്ടേ? ഈ നാടിനെ തന്നെ ഇല്ലാതാക്കുന്ന ഏറ്റവും വലിയ മാരക വിപത്തായി, ഈ ലോകത്തെ തന്നെ ഗ്രസിക്കുന്ന മാരക വിപത്തായി ലഹരി എന്ന ഈ കൊടും ഭീകരത വളർന്നു വരുമ്പോൾ നാടിനെ സംരക്ഷിക്കുക, ജനതയെ സംരക്ഷിക്കുക, രാജ്യത്തെ സംരക്ഷിക്കുക എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഈ നാടിനെ രക്ഷിക്കാനുള്ള സന്ദേശമാണ് ഈ അധ്യാപകർ ഇവിടെ നമ്മുടെ കന്നിക്കളം കോളേജിന്റെ, നവജ്യോതി കോളേജിന്റെ കോളേജ് നേതൃത്വം കൊടുത്തുകൊണ്ട്, അവിടുത്തെ NSS-ഉം സംഘടനയും നേതൃത്വം കൊടുത്തുകൊണ്ട് ഇവിടെ സംഘടിപ്പിക്കുന്നത് എന്ന അഭിമാനത്തോടെ നാം കാണും. ഇവിടെ SI പറഞ്ഞില്ലേ, ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമാണ്. എല്ലാ പ്രദേശത്തും അതിനനുസരിച്ച് റാലികളും കാര്യങ്ങളൊക്കെ നടന്നു. നമ്മുടെ ജോസഫനും അക്ഷയ് ഷാജിയും അവിടുത്തെ മിടുക്കനായ മറ്റൊരു വിദ്യാർത്ഥിയും ചേർന്ന് കഴിഞ്ഞ 26-ാം തീയതി 4 മണിക്ക് പാടിച്ചാൽ നിന്ന് നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ വരെ നടന്നു. ആയിരക്കണക്കിന് ജനങ്ങളിലേക്ക് ലഹരിയുടെ സന്ദേശം നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു. ഇവിടെ പോലീസ് കൂടെ പറഞ്ഞു, പോലീസ് സജീവമായി ഇടപെടുന്നുണ്ട്, എക്സൈസ് സജീവമായി ഇടപെടുന്നുണ്ട്. നമ്മുടെ ആഭ്യന്തരമന്ത്രി പ്രഖ്യാപിക്കുന്നു ഓപ്പറേഷൻ തൂഫാൻ, ലഹരി മാഫിയയെ തച്ചുടയ്ക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അതിന്റെ പ്രവർത്തനം നടക്കുമ്പോൾ അതിനെല്ലാം അപ്പുറത്തേക്ക് ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട്, മുഴുവൻ ജനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട്, കുട്ടികളെ അടക്കം സംഘടിപ്പിച്ചുകൊണ്ട് ജനകീയമായ മുന്നേറ്റം സംഘടിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അതിന്റെ ഭാഗമായുള്ള പ്രവർത്തനം അടുക്കള ഇനി സ്മാർട്ട് ആക്കാം ഗൃഹലക്ഷ്മിയിലൂടെ. ഏറ്റവും പുതിയ ഗിഫ്റ്റ് ഐറ്റങ്ങളുടെയും അടുക്കള ഉപകരണങ്ങളുടെയും വമ്പിച്ച ശേഖരണം ഇപ്പോൾ ഗൃഹലക്ഷ്മിയിൽ മാത്രം. പ്രഷർ കുക്കർ, ഗ്യാസ് സ്റ്റൗ, മിക്സി, ഇൻഡക്ഷൻ കുക്ക് ടോപ്പ്, സ്റ്റീൽ ഐറ്റംസ്, അലുമിനിയം, പ്ലാസ്റ്റിക്, സെറാമിക്, ബ്രാസ് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഇനി ഒരൊറ്റ കുടക്കീഴിൽ. ക്വാളിറ്റി പ്രോഡക്ട്സ്, ബെസ്റ്റ് സർവീസ്, ഫെസ്റ്റിവൽ ഓഫേഴ്സ്. ഷോപ്പിംഗ് ആഘോഷമാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ഗൃഹലക്ഷ്മി.